ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകേനെ നമുക്ക് എന്ത് വിളിക്കാം? നാഷണൽ ഇൻകം എന്ന് വിളിക്കാം. The main objective of an economy is to provide goods and services for the satisfaction of different types of wants of the people. അപ്പോൾ എന്താണ് ഒരു എക്കണോമിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എക്കണോമിയിൽ എല്ലാവർക്കും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ദിസ് ഒബ്ജക്റ്റീവ് ഈസ് അച്ചീവ്ഡ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇത് എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുക? ആ എക്കണോമിയിൽ വേണ്ട സാധനങ്ങൾ നിർമ്മിച്ചാൽ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഡ്യൂറിങ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻകം ഈസ് ജനറേറ്റഡ് ഇൻ ദി എക്കണോമി. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ്, അതായത് നമ്മൾ ഉൽപ്പാദനം നടത്തുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലോട്ടേക്കും ഇൻകം എത്തും. എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലാൻഡും ലേബറും ക്യാപിറ്റലും അതേപോലെ എൻ്റർപ്രണർഷിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ എക്കണോമി ഇതിനൊക്കെ എന്താണ് റിവാർഡായിട്ട് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നില്ലേ? ആ കൊടുക്കുന്ന സമയത്ത് അതുണ്ടാവും, ഇൻകം ജനറേറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്തും നമുക്ക് എന്തുണ്ടാവും? ഇൻകം കിട്ടും. മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ഹാവ് ഹിയർ ടു റീഡ് അബൌട്ട് നാഷണൽ ഇൻകം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 words, നാഷണൽ ആൻഡ് ഇൻകം. ഈച്ച് ഓഫ് ദീസ് വേർഡ്സ് ഹാസ് സ്പെസിഫിക് മീനിങ് ഇൻ എക്കണോമിക്സ്. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ എന്ന് പറയുന്ന വേർഡും ഇൻകം എന്ന് പറയുന്ന വേർഡും കൂടി ഉള്ളതാണ്. അപ്പോൾ ഓരോ വേർഡിനും ഓരോ മീനിങ് ആണ് എക്കണോമിക്സിലുള്ളത്. ഇൻ ദിസ് ലെസൺ യു വിൽ ലേൺ അബൌട്ട് ദി മീനിങ് ഓഫ് ഇൻകം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിക്കുന്നു? ഇൻകത്തിൻ്റെ മീനിങ് പഠിക്കുന്നു, നാഷണൽ ഇൻകം എന്താണെന്ന് പഠിക്കുന്നു, ആൻഡ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. അതേപോലെ നാഷണൽ ഇൻകത്തിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൂടി നിങ്ങൾ പഠിക്കുന്നു. വിത്തൗട്ട് നോയിങ് ദീസ് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ആൻഡ് ദി വേസ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം. അപ്പോൾ ഇതില്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് നാഷണൽ ഇൻകം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് മീനിങ് ഓഫ് ഇൻകം എന്നുള്ളവരും നോക്കാം. ഇൻ ദി ഇക്കണോമി വി റിസീവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകംസ്. നമ്മളുടെ എക്കണോമിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. വി റിസീവ് വേജസ് ആൻഡ് സാലറീസ് ഫ്രം അവർ എംപ്ലോയേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് വേജസും സാലറീസും നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് കിട്ടും. വി റിസീവ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ലെൻഡിങ് മണി. നമ്മളെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. വി ഓൾസോ റിസീവ് ഗിഫ്റ്റ് ആൻഡ് ഡൊണേഷൻ ഫ്രം അതേഴ്സ് വിത്തൗട്ട് ഗിവിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. നമുക്ക് ചില ആൾക്കാരെ എന്ത് കിട്ടും? ഗിഫ്റ്റൊക്കെ കിട്ടും. അതിന് നമ്മളൊന്നും പൈസയൊന്നും കൊടുക്കണ്ട. all these income can be grouped into 2 types of income. നമുക്കിങ്ങനെ എന്ത് ചെയ്യുക? എല്ലാ ഇൻകത്തിനെയും 2 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഫാക്ടർ ഇൻകം എന്നും രണ്ടാമത്തത് നോൺ ഫാക്ടർ ഇൻകം എന്നും. എന്താണ് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ എ ഫാക്ടർ ഇൻകം ഈസ് ദ ഇൻകം അക്യൂറിങ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ റിട്ടേൺ ഫോർ ദി സർവീസസ് റെൻഡേർഡ് ടു ദി പ്രൊഡക്ഷൻ യൂണിറ്റ്. വി നോ ദാറ്റ് പ്രൊഡക്ഷൻ ഈസ് റിസൾട്ട് ഓഫ് ദി ജോയിൻറ്റ് എഫേർട്ട് ഓഫ് ദി 4 factors of production. These 4 factors of production are, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് നമ്മളെ ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും എൻ്റർപ്രണർഷിപ്പിനുമുള്ള റിട്ടേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ ലേബർ എന്തെന്ന് നോക്കാം. ലേബർ ഇൻക്ലൂഡ് ഓൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്താണ് ലേബർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ തൊഴിലാളികൾ അവരെന്താണ് എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ജോലി എടുക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലേബർ എന്ന് വിളിക്കുന്നു. ഇവരുടെ ഫിസിക്കലായിട്ടുള്ളയും മെൻ്റലായിട്ടുള്ളയും എഫേർട്ടാണ് എന്തിന് ശരിക്കും ആവുന്നത്? നാഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റിവാർഡായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? വേജസ് അല്ലെങ്കിൽ സാലറീസ് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ലാൻഡ്. എന്താണ് ലാൻഡ് എന്ന് പറഞ്ഞെങ്കിൽ ബൈ ലാൻഡ് ഇൻ എക്കണോമിക്സ് വി മീൻ ഓൾ ദാറ്റ് ഈസ് ഗിവൺ ടു അസ് ബൈ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നാച്ചർ. അപ്പോൾ നമ്മളുടെ എന്താണ് നാച്ചർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏതൊരു രാജ്യത്താണെങ്കിൽ ലാൻഡിന് എന്തുണ്ട്? ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് ആരുടെയാണോ ആ ഓണർഷിപ്പ് ഉള്ളത് അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് റെൻറ്റ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡിനുള്ള റിവാർഡായിട്ടുള്ള ലെൻഡ് എന്ന് അല്ലെങ്കിൽ റെൻറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ്
all the man-made resources used for producing goods and services like structure on land, machines, equipments, vehicles, stock of materials, etc. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻഡസ്ട്രിയിൽ കാണുന്നത് പോലെ പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ മെഷീൻസും അങ്ങനെയുള്ള വെഹിക്കിളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്താണ് റിവാർഡ് കൊടുക്കൽ, ഇൻട്രസ്റ്റ്. അടുത്തത് എന്ന് പറഞ്ഞെങ്കിൽ നോൺ ഫാക്ടർ ഇൻകംസ്. എന്താണ് നോൺ ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ ഫാക്ടേഴ്സ്, അതായത് ഈ 4 ഫാക്ടറിനല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻകത്തിനെയാണ് നോൺ ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നത്. ദർ ആർ സെർട്ടൻ മണി റെസിപ്റ്റ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് എനി സാക്രിഫൈസ് ഓൺ ദി പാർട്ട് ഓഫ് ദെയർ റെസിപ്പിയൻസ്. അപ്പോൾ നമ്മൾ ഇതിന് പറയുന്നത് നമ്മൾ പണിയെടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതല്ല, അതിനെയാണ് നോൺ ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നത്. അതാണ് ഗിഫ്റ്റും ഡൊണേഷൻ, പിന്നെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, ടാക്സ്, ഫൈൻ, ഇതെല്ലാം നമുക്ക് റിട്ടേൺഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഫാക്ടർ ഇൻകം എന്ന് വിളിക്കുന്നത്. അടുത്തത് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ 3 ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എവരി എക്കണോമി. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ, പ്രൊഡക്ഷൻ ഈസ് അഡീഷൻ ഓഫ് വാല്യൂ ടു ആൻ എക്സിസ്റ്റിംഗ് കമ്മോഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ് ശരിക്കും നടത്തുന്നത്, ഒരു സാധനത്തിൻ്റെ നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കാം, പ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ. അടുത്ത കൺസംഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസിങ് അപ്പ് ഓഫ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് വാണ്ട്സ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് കൺസംഷൻ. അപ്പോൾ എന്താണ്, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ, അതായത് നമ്മൾ സാധാരണ പൈസ കൊടുത്തിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം ഏതെങ്കിലും നിറവേറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിറവേറുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, കൺസംഷൻ എന്ന് വിളിക്കും. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. Investment is that part of production which is left after consumption and used for creating physical asset like machines, equipments, materials, etc. അപ്പോൾ നമ്മളുടെ മൊത്തത്തിലെ ഇൻകത്തിന് എല്ലാ ഇൻകവും നമ്മൾ സാധനം മേടിച്ചിട്ട് ചിലവാക്കൂല, അതിൽ കുറച്ച് പൈസ സേവിങ് ആയിട്ട് വെക്കും. ആ സേവിങ്ങിനെ ഫർദറായിട്ട് നമ്മൾ ബിസിനസ്സിലോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് എക്കണോമി വേഴ്സ് ഓപ്പൺ എക്കണോമി. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് എക്കണോമി, എന്താണ് ഓപ്പൺ എക്കണോമി എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എന്തായിരിക്കും പൊതുവേ ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞെങ്കിൽ, നമ്മളുടെ രാജ്യത്തിനെ ക്ലോസ് ചെയ്തു, അതായത് പുറത്തോട്ടേക്കില്ല, ഇപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് എന്തില്ല, ഒരു ബന്ധവുമില്ല, അങ്ങനെയുള്ള എക്കണോമിനെ നമ്മൾ എന്ത് വിളിക്കും, ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കും. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് നടത്തുന്നു, ബന്ധം വെച്ച് പുലർത്തുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓപ്പൺ എക്കണോമി എന്ന്. In modern age, nearby every country has some economic relation with other countries. അപ്പം നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമായിട്ട് എക്കണോമിക്കായിട്ട് റിലേഷൻ ഉണ്ടാവലുണ്ട്. അപ്പോൾ ചില സമയത്ത് അവിടെ നിന്ന് കടം വാങ്ങിക്കും, ബോറോവിങ് ആൻഡ് ലെൻഡിങ് ഓൾസോ ടേക്ക് പ്ലേസ് എമംഗ് ഡിഫറെൻറ്റ് കൺട്രീസ്. ചില സമയത്ത് നമ്മൾ അവിടെ നിന്ന് കടം വാങ്ങിക്കും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കും. ദ പീപ്പിൾ ഓഫ് വൺ കൺട്രി ഓൾസോ വിസിറ്റ് അതർ കൺട്രീസ്. അപ്പം നമുക്കറിയാം നമ്മളുടെ ഇവിടുത്തെ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വിസിറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഓപ്പൺ എക്കണോമി എന്നും. റിലേഷൻ ഇല്ലെങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് എക്കണോമി എന്നും വിളിക്കും. പിന്നെ വരുന്നൊരു കോൺസെപ്റ്റാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറയുന്നത് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്റ്റോക്കും ഫ്ലോയും എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഏതിനെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, സ്റ്റോക്ക് എന്നും. അത് ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ഫ്ലോ എന്നും വിളിക്കും. എ സ്റ്റോക്ക് ഈസ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് മെഷേർഡ് അറ്റ് പോയിൻ്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വിളിക്കും, പിന്നെ ആ പോയിന്റിലത്തെ കറക്റ്റായിട്ടുള്ള വാല്യൂ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റോക്ക് എന്ന് വിളിക്കും. അതായത് ഇവിടെ അറ്റ് 4 PM ഓൺ 31st March അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു കറക്റ്റായിട്ടുള്ള പോയിന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, വെൽത്ത്, പോപ്പുലേഷൻ, മണി സപ്ലൈ, ഇതൊക്കെ എന്താണ് അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്നതല്ല. നമ്മളെ കയ്യിലുള്ള സ്വത്ത്, പിന്നെ പോപ്പുലേഷൻ, അതൊന്നും ഒരു മിനിറ്റിന് മാറിക്കൊണ്ട് നിൽക്കുന്നതല്ല. അതിനൊരു കറക്റ്റായിട്ടുള്ള കുറച്ച് ഇതുണ്ട്. അപ്പോൾ ആ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നതിനെ നമ്മളെന്ത് വിളിക്കും, സ്റ്റോക്ക് എന്നും. ഇങ്ങനെ ഒഴുക്ക് പോലെയുള്ളതിനെ നമ്മളെന്ത് വിളിക്കും, ഫ്ലോ എന്നും വിളിക്കും.
ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലോ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫ്ലോ എന്നും വിളിക്കും. ഇനി അടുത്തതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ നമ്മളുടെ എക്കണോമിയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സെക്ടർ മറ്റൊരു സെക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ആൻ എക്കണോമി. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രൊഡക്ഷനും കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എന്താണ് ഒരു എക്കണോമിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. In carrying out these economic activities, people make a transaction between different sectors of the economy. അപ്പോൾ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് സെക്ടേഴ്സ് തമ്മിൽ എന്താക്കണം? ട്രാൻസാക്ഷൻസ് നടക്കണം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് സെക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണം. ബിക്കോസ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മൂവ് ഇൻ സർക്കുലർ ഫോം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഇൻകവും എക്സ്പെൻഡിച്ചറും സർക്കുലർ ഫോമിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് കോൾഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ ഫ്ലോ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ ഫ്ലോ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ബയർ ബിക്കോസ് ദി ഇൻകം ഓഫ് ദി സെല്ലേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് ഇൻകം ആവൂലേ? ഞാനിപ്പോൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ, ഞാൻ ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് കടക്കാരൻ്റെ ഇൻകമാണ്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഗൂഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഫ്രം സെല്ലേഴ്സ്. ദി ബയേഴ്സ് വിൽ മണി പേയ്മെൻറ്റ് ഫ്രോം ദീസ് ഗൂഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഗൂഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും? അയാൾക്ക് തിരിച്ച് പൈസ കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സാധനങ്ങളൊന്ന് പിന്നെ ഗൂഡ്സിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്, അതേപോലെ പൈസയുടെ മൂവ്മെൻറ്റും ഉണ്ട്. ഈ ഗൂഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ റിയൽ ഫ്ലോ എന്നും പൈസയുടെ മൂവ്മെൻറ്റിനെ മണി ഫ്ലോ എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് എന്താണ് റിയൽ ഫ്ലോ നോക്കാം. ഹൗസ് ഹോൾഡ് റെൻഡർ ഫാക്ടറി സർവീസസ് ആസ് ഓണേഴ്സ് ഓഫ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ടു ഫേംസ്. അപ്പം നമ്മൾ ഹൗസ് ഹോൾഡ് എന്ത് കൊടുക്കും? ഈ പണിയൊക്കെ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ലാൻഡ് ഉണ്ടാക്കുന്നതും ലേബറിൻ്റെ ഇതെടുക്കുന്നതും ക്യാപിറ്റലും പിന്നെ എൻ്റർപ്രണർഷിപ്പും ഇതൊക്കെ ഹൗസ് ഹോൾഡിൻ്റെ പണിയാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞെങ്കിൽ വീട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വീടുകളുടെ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ പണിയാണ് എന്തെന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞെങ്കിൽ നമ്മളുടെ രണ്ട് സെക്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡും ഫേമും. ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് കൺസംഷൻ സെക്ടർ. അപ്പോൾ ഹൗസ് ഹോൾഡ് ഇങ്ങനെ നമ്മളെ ലാൻഡും ലേബറൊക്കെ ഫേമിന് കൊടുത്തു കഴിയുന്ന സമയത്ത് ഫേം തിരിച്ചിട്ട് എന്ത് കൊടുക്കും അവർക്ക്? അതിനുള്ള റിവാർഡായിട്ടുള്ള ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, അതേപോലെ എൻ്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ് എന്നിവ കൊടുക്കും. ഇനി ഈ സമയത്ത് നമ്മളുടെ ഫേം എന്ത് ചെയ്യും? ഇപ്പോൾ ഓക്കെ, ഫേമിന് അവർ വേണ്ട സാധനം കൊടുത്തു, ഫേം ഫിനിഷ്ഡ് ഗുഡും അതിനപ്പോൾ തന്നെ റിവാർഡായിട്ട് കൊടുത്തു. പക്ഷേ ഈ ഫേം ഈ സാധനത്തിന് എന്ത് ചെയ്യും? അവർ കൊണ്ടുവന്ന റോ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കും. പക്ഷെ ഹൗസ് ഹോൾഡിന് കൊടുത്തിട്ടായിട്ടാകുമ്പോൾ അത് ഫ്രീക്ക് കൊടുക്കുന്നതൊന്നും അല്ലല്ലോ. അതിന് അവരെന്ത് കൊടുക്കും? കുറച്ച് പൈസ കൊടുക്കും. ഹൗസ് ഹോൾഡ് സാധനം മേടിക്കുന്ന സമയത്ത് ഹൗസ് ഹോൾഡിന് അവർക്ക് ഫേമിന് തിരിച്ച് പൈസ കൊടുക്കും. അപ്പം നമ്മളുടെ ഈ പൈസയുടെ സർക്കിൾ, പൈസ അങ്ങോട്ടേക്ക്, അതായത് ലാൻഡ് ലേബറിനൊക്കെ നമ്മളുടെ ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്ന പൈസേനെയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കുന്ന പൈസേനെയും നമ്മൾ എന്ത് വിളിക്കും? മണി ഫ്ലോ എന്ന് വിളിക്കും. അതേപോലെ നമ്മളുടെ റിയൽ ഫ്ലോ എന്ന് പറയുന്ന സമയത്ത് ഈ ഗൂഡ്സിൻ്റെ ലാൻഡ്, ലേബർ, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ് ഇതിൻ്റെ ഫ്ലോയിനെയും പിന്നെ മറ്റേ നമ്മളുടെ അവർ ഫിനിഷ്ഡ് ഗുഡാക്കി കൊടുക്കുന്ന അതിൻ്റെ ഫ്ലോയിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? റിയൽ ഫ്ലോ എന്ന് വിളിക്കുന്നു. അതായത് ശരിക്കും സാധനങ്ങൾ പോകുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നത്. പിന്നെ നമ്മളുടെ അതർ സെക്ടേഴ്സ്, ഇനി ഒരു ഓപ്പൺ എക്കണോമി ആണെങ്കിൽ അവിടെ ഏതൊക്കെ സെക്ടർ വരും? നമ്മളുടെ ഫേം വന്നു, ഹൗസ് ഹോൾഡ് വന്നു, പിന്നെ ഒരു ഗവൺമെൻറ് കൂടി വന്നു, പിന്നെ ഒരു ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നൊരു നമ്മളുടെ സെക്ടർ വന്നു, ബാങ്കിൻ്റെ ഒക്കെ വന്നു, പിന്നെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ പുറമേ ഉള്ളത് ഈ ഒരു സെക്ടർ, മറ്റു രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇനി ഫ്ലോസ് ഫ്രം ദി ആൻഡ് ദി പ്രൊഡക്ഷൻ യൂണിറ്റ്. ദേ ബൈ ഫാക്ടറി സർവീസസ് ഫ്രം ഹൗസ് ഹോൾഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കുന്നു, അതിന് തിരിച്ചിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുന്നു. അതേപോലെ നമ്മളുടെ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ കിട്ടിയ പൈസ തന്നെ എന്താക്കും? മൊത്തമൊന്നും കൺസ്യൂം ചെയ്യൂല, കുറച്ച് അവർ ഫിനാൻഷ്യൽ സെക്ടറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും.
അതേപോലെ ബാക്കിയുള്ള പൈസേനെ അവരെന്ത് ചെയ്യും, അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസേനെ അവർ പിന്നെ ചില സമയത്ത് ഈ നമുക്ക് മൊത്തത്തിൽ രാജ്യത്തിൻ്റെ കയ്യിൽ പൈസ ആയില്ലേ, ആ പൈസേനെ അപ്പോൾ ആ കിട്ടിയ പൈസേനെ നമ്മൾ രാജ്യം എന്ത് ചെയ്യും, അതിനെ വേറെ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് പുറമേത്തെ രാജ്യത്തു നിന്ന് ഇത് കൊണ്ടുവരാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ അവരെന്ത് ചെയ്യും, ചില സമയത്ത് അവർക്ക് നമ്മളുടെ രാജ്യത്തിന് എക്സ്പോർട്ടിൽ കൂടി നമ്മൾ ഇടുന്ന സാധനങ്ങൾ വിറ്റാലും പൈസ കിട്ടും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് നമ്മൾ എല്ലാവരും ടാക്സസ് ഗവൺമെൻറ് സെക്ടർ ടാക്സ് കൂടി ആർക്ക് അടക്കേണ്ടി വരുന്നത്, ഗവൺമെൻറ്റിന് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്ലോസ് ഫ്രം ആൻഡ് ടു ദി ഹൗസ് ഹോൾഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഫ്രം ഹൗസ് ഹോൾഡിൻ്റെ എങ്ങനെയാണ് ഫ്ലോ എന്നുള്ള കാര്യം. ഇത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ആദ്യം നമ്മളുടെ സർവീസസ് ഇവർക്ക് കൊടുക്കുന്നു, ആർക്ക്, ഫേമിന് കൊടുക്കുന്നു. പിന്നെ അതിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യുന്നു, അവർക്ക് എക്സ്പെൻഡിച്ചർ ചിലവാക്കി കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൗസ് ഹോൾഡ് ടാക്സ് അടക്കുന്നു ഗവൺമെൻറ്റിന്. അതേപോലെ ഫിനാൻഷ്യൽ സെക്ടറിൽ അവരുടെ കയ്യിലുള്ള പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നെ ദേ സെൽ ഫാക്ടർ സർവീസസ് ടു ദി എൻ്റർപ്രൈസസ് ആൻഡ് റിട്ടേൺ ഫാക്ടർ ഇൻകം. അവരുടെ സർവീസസ് എൻ്റർപ്രൈസസിന് കൊടുക്കുന്നു, ഫാക്ടർ ഇൻകം അവർക്ക് കിട്ടുന്നു. ദേ ഗെറ്റ് ഫ്രീ സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഫ്രം ഗവൺമെൻറ്. അതേപോലെ ഗവൺമെൻറ് അവർക്ക് എന്ത് കൊടുക്കുന്നു, പെൻഷൻ അങ്ങനെയുള്ള ഫണ്ടൊക്കെ, സബ്സിഡി അതൊക്കെ കൊടുക്കുന്നു. ഇനി ഗവൺമെൻറ്റിൻ്റെ നോക്കാം. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡക്ഷൻ യൂണിറ്റ്. അവരവിടുന്ന് സാധനം വാങ്ങിക്കുന്നതിൽ നമ്മളെ പോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നാണ് അവർ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനവരെന്ത് കൊടുക്കും, പൈസ കൊടുക്കും. അതേപോലെ ആർക്ക്, നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് അവരെന്ത് കൊടുക്കും, സബ്സിഡി കൊടുക്കും. ഇറ്റ് പ്രൊവൈഡ് ഫ്രീ സർവീസസ് ടു ഹൗസ് ഹോൾഡിന് അവരെന്ത് കൊടുക്കും, ഗവൺമെൻറ് ഫ്രീ സർവീസ് ആയിട്ടില്ലേ ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെൻഷൻ പിന്നെ സബ്സിഡിയൊക്കെ ഹൗസ് ഹോൾഡിനും കൊടുക്കും. അവരെവിടെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, ഇവരും ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ടാക്സസ് എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്, ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അടുക്കുന്നും കിട്ടുന്നു. അതേപോലെ ഹൗസ് ഹോൾഡിൽ നിന്നും ഇവർക്ക് ടാക്സ് കിട്ടുന്നു. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ലെൻസ് ക്യാപിറ്റൽ ടു ദി പ്രൊഡക്ഷൻ യൂണിറ്റ്. അവർ ആർക്കാണ് ക്യാപിറ്റൽ കൊടുക്കുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റിന് ക്യാപിറ്റൽ കൊടുക്കുന്നു. അതേപോലെ സേവിങ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് തന്നെയാണ് സേവിങ് കിട്ടുന്നത്. നമ്മൾ ഇത് കൺസ്യൂമേഴ്സ് ചെയ്യും, ഗവൺമെൻറ് ചെയ്യും, പ്രൊഡക്ഷൻ യൂണിറ്റും അല്ലെങ്കിൽ ഫേമും എന്ത് ചെയ്യും, സേവ് ചെയ്യും. അല്ലെങ്കിൽ ആ സേവിങ് ആർക്കാണ് കിട്ടുന്നത്, ഫിനാൻഷ്യൽ സെക്ടറിന് കിട്ടും. ഇനി ഫ്ലോസ് ഫ്രം ആൻഡ് ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ഔട്ട് ഓഫ് ദി വേൾഡ്, ഐ മീൻ പുറമേയുള്ള രാജ്യത്തിലോട്ടേക്ക് എങ്ങനെയാണ് ഈ ഫ്ലോ എന്ന് നോക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഇമ്പോർട്ടഡ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. നമ്മൾ എവിടെ നിന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ രാജ്യം എന്ത് ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധനം നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്, അതിന് നമുക്ക് എന്ത് കിട്ടും, പൈസ കിട്ടും. അപ്പോൾ ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്, ബോത്ത് റിയൽ ഫ്ലോയും മണി ഫ്ലോയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ സർക്കുലർ ഫ്ലോയിൽ പറയുന്നത്. ഇനി നമ്മളുടെ എന്താണ് ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് നോക്കാം. ഏതിൻ്റെ, നാഷണൽ ഇൻകത്തിൻ്റെ. ഒന്നാമത്തെ ഡൊമസ്റ്റിക് ടെറിട്ടറി. എന്താണ് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ അധീനതയിൽ വരുന്ന സ്ഥലത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെങ്കിൽ ഇക്കണോമിക് ടെറിട്ടറി എന്ന് വിളിക്കാം. ഇത് നമ്മളുടെ ഒരു ജിയോഗ്രഫിക്കൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തന്നെ വരുന്നതാവണമെന്നില്ല. ഇറ്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം ദി ജിയോഗ്രഫിക്കൽ ഓർ പൊളിറ്റിക്കൽ ടെറിട്ടറി ഓഫ് ദി കൺട്രി. നമ്മൾ അതിർത്തിക്കുള്ളിൽ തന്നെ ആണെന്നില്ല. ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ദി കൺട്രി ഇൻക്ലൂഡിങ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. നമ്മളുടെ അതിർത്തിക്ക് പുറത്ത് വരുന്ന കുറച്ച് ഏരിയയിൽ വരുന്ന നമ്മളുടെ സമുദ്ര ഭാഗങ്ങൾ. പിന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഇതായ വിമാനങ്ങൾ, എയർക്രാഫ്റ്റ്, ഷിപ്സ്, പിന്നെ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ അതും നമ്മളുടെ. അപ്പോഴും നമ്മൾ ഇന്ത്യയുടെ ആകാശത്ത് മാത്രമല്ലല്ലോ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് പറക്കുക, മറ്റു രാജ്യങ്ങളുടെ ആകാശത്തും പറക്കും. പക്ഷെ അത് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ്. പിന്നെ ഫിഷിംഗ് വെസൽസ്, ഒരു രാജ്യത്തിൻ്റെ അധീനതയിൽ വരുന്ന ഫിഷിംഗ് വെസൽസ്. പിന്നെ എംബസീസ്, നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയുടെ എംബസീസ് അമേരിക്കയിലുണ്ട്. അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഓരോ രാജ്യത്തിൻ്റെ എംബസീസ് ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ എന്താണ്, ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോർമൽ റെസിഡൻറ്റ്. എന്താണ് നോർമൽ റെസിഡൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ, നോർമൽ റെസിഡൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ടേം നാഷണൽസ്. അപ്പോൾ നമ്മളെ സിറ്റിസൺസ് എന്നില്ല ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് നോർമൽ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ.
എ നോർമൽ റെസിഡൻറ്റ് ഈസ് എ പേഴ്സൺ ഹു ഓർഡിനറി റിസൈഡ്സ് ഇൻ എ കൺട്രി ആൻഡ് ഹൂസ് സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓൾസോ ലൈസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി. അപ്പോൾ നമ്മളൊരു രാജ്യത്ത് താമസിക്കുകയും നമ്മളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആ രാജ്യത്തിൻ്റെ തന്നെ ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും? നോർമൽ റെസിഡൻറ്റ് എന്ന് വിളിക്കും. സാധാരണയായിട്ട് ഒരു രാജ്യത്ത് നിൽക്കുന്നത്. അപ്പോൾ നോർമൽ റെസിഡൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ സച്ചാസ് ഇന്ത്യൻസ് ലിവിങ് ഇൻ ഇന്ത്യ ആൻഡ് പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഇന്ത്യൻസും പിന്നെ നോൺ നാഷണൽ പിന്നെ പുറമേയുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ ചില സമയത്ത് ഇന്ത്യയിൽ വന്നിട്ട് നിൽക്കും. അപ്പോൾ അവരെയും നമ്മൾ എന്ത് വിളിക്കും? നോർമൽ റെസിഡൻസ് എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള കുറേ ആൾക്കാർ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഗൾഫിലെ നോർമൽ റെസിഡൻസ് ആണ്. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ്റർമീഡിയറി ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറി ഗുഡ് എന്ന് പറഞ്ഞെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മിഡിലായിട്ട് ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞെങ്കിൽ ആരാണ്? ഒരു മിഡിൽ മാൻ. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറി ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ മീൻഡ് ഐദർ ഫോർ റീപ്രോസസ്സിങ് ഓർ ഫോർ റീസെയിൽ. നമ്മൾ റീപ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ടാമത് റീപ്രോസസ്സ് ചെയ്യുക മീൻസ് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത് വിൽക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഇൻ്റർമീഡിയറി ഗുഡ്സ് എന്ന് വിളിക്കും. സാധാരണയായിട്ട് ഇവ എന്താണ്? പിന്നെ നമ്മളുടെ റോ മെറ്റീരിയൽസാണ് ഇവിടെ വരുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി വന്നു, ഫ്യൂവൽ, അതായത് നമ്മുടെ വൈദ്യുതി, നമുക്ക് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി വേണം, അതേപോലെ എനർജി വേണം, ഇതൊക്കെ വേണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സോഴ്സസിന് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ട ഇൻപുട്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർമീഡിയറി ഗുഡ് എന്ന് വിളിക്കാം. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞെങ്കിൽ അവസാനമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സ്, അവ എന്ത് ചെയ്യുന്നു? നമ്മളെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫൈനലായിട്ട് ഒരു കൺസംഷനേ ഇല്ലൂ. ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ബൈ ദി കൺസ്യൂമർ ഓർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി പ്രൊഡ്യൂസർ ആർ നോൺ ആസ് ഫൈനൽ ഗുഡ്സ്. അതായത് ഇവിടെ കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് ലാസ്റ്റ് എത്തുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്ന് വിളിക്കുന്നു. ഇനി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് നോക്കാം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് യൂസ് നോൺ ഫാക്ടറി ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽസ് ആൻഡ് ഫാക്ടറി ഇൻപുട്സ്. പിന്നെ നമ്മൾക്കറിയാം റോ മെറ്റീരിയൽ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറി ഗുഡ്സ് യൂസ് ചെയ്യാം, അതേപോലെ നമ്മൾ നേരത്തെ ഫാക്ടറി ഇൻകംസും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂണിറ്റ്സ് ഡിഫറെൻറ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ മണി വാല്യൂവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ ആസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ക്വാണ്ടിറ്റീനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളമാണോ വിറ്റത്, അതായത് വിറ്റ് കഴിഞ്ഞത് സംഭവം, പിന്നെ അതിൻ്റെ കൂടെ എത്രത്തോളം കൂടി ഇപ്പോൾ അഡീഷണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഇതും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ്. ഒന്ന് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസും, രണ്ടാമത്തെ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ വാല്യൂ ആഡഡ്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഫ്രം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വി ഗെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ നമ്മളുടെ എന്താണ്? ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻ്റർമീഡിയറി, ഈ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറി കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാല്യൂ ആഡഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രോസ് ആൻഡ് നെറ്റ് മെഷർ എന്താണ് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ഗ്രോസ് ആൻഡ് നെറ്റ് മെഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗ്രോസ് ആൻഡ് നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റഡ് എബോവ് ഈസ് ഗ്രോസ് മെഷർ ബിക്കോസ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഔട്ട് ഇൻ ദി മാർക്കറ്റ് ദീസ് ഇൻക്ലൂഡ് ഓൾ ടൈപ്പ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഈ ഗ്രോസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? മൊത്തത്തിൽ എല്ലാ കോസ്റ്റൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മൾ എന്ത് വിളിക്കും? ഗ്രോസ് എന്ന് വിളിക്കും. ഇനി നമ്മളുടെ നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കുറച്ച് അവസാനം നമുക്ക് കിട്ടുന്ന ആ ഫൈനലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന്, ഗ്രോസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാല്യൂ ആഡഡ്, ആ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. എന്താണ് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് വാല്യൂവിൽ, അതായത് നമ്മളുടെ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ആ ഒരു ഇത് കോൺസെപ്റ്റ് ഇല്ലേ,
ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്കിൽ നിന്ന് ഇൻ്റർമീഡിയറി കൺസംഷൻ കുറച്ചപ്പാട് നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടി. ആ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കുന്നു, അഡീഷണൽ ആയിട്ട് ഡിപ്രീസിയേഷൻ കൂടി കുറക്കുന്നു. അതായത് ഒന്നുമില്ല, നമ്മുടെ വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് വാല്യൂ ആഡഡ് കിട്ടി. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എന്ത് കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, നമ്മളുടെ ടാക്സ് കൂടി ആഡ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും അതിന് ചിലവായ പൈസ. അപ്പോൾ ഈ ഫാക്ടർ കോസ്റ്റിലൊരു സാധനത്തിൻ്റെ കൂടെ ടാക്സ് കൂടി ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് കിട്ടുന്നത്. അപ്പം നമ്മളെ ഫാക്ടർ കോസ്റ്റിലുള്ള ഒരു സാധനത്തിൽ നിന്ന് ടാക്സ് കുറച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടർ കോസ്റ്റിൻ്റെ ഒപ്പം ടാക്സ് കൂട്ടിയെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അന്നെങ്കിൽ അതേപോലെ മാർക്കറ്റ് പ്രൈസിലുള്ള ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് അതിൻ്റെ ചിലവ്, അതിൻ്റെ ഒപ്പം ടാക്സ് കൂടി അതിൽ നിന്ന് ടാക്സ് കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതിന് ഫാക്ടർ കോസ്റ്റ് എത്ര ചിലവായതെന്നുള്ളത് കിട്ടും അല്ലേ. ഓക്കെ, അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് എന്തെന്നില്ലേ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇല്ലേ സാധനങ്ങൾക്ക്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അത് ശരിക്കും ഗവൺമെൻറ്റിനുള്ള വരുമാനമാണ്. അപ്പോൾ ഈ ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടി ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ആക്കുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് പ്രൈസ് ആവുന്നത് ആണല്ലോ. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ് കിട്ടും. സബ്സിഡി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഗവൺമെൻറ് ചില സമയത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. ആർക്ക്, നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കുന്ന സമയത്ത് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്സിഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ടോട്ടലായിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എത്രത്തോളം അടച്ചോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ സബ്സിഡി നമ്മൾ കുറച്ചെങ്കിലും കിട്ടുന്നതാണ് നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചെങ്കിലും നമുക്ക് കിട്ടും, നമ്മൾ എത്രത്തോളം യഥാർത്ഥത്തിൽ പേ ചെയ്തു എന്നുള്ള കാര്യം അല്ലേ. ഓക്കെ, ഇനി വരുന്നതാണ് ഡൊമസ്റ്റിക് ഇൻകവും നാഷണൽ ഇൻകവും. എന്താണ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇൻകത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമസ്റ്റിക് ഇൻകം എന്ന് വിളിക്കുന്നത്. ദ സം ടോട്ടൽ ഓഫ് വാല്യൂ ആഡഡ് ബൈ ഓൾ പ്രൊഡക്ഷൻ യൂണിറ്റ് വിത്തിൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഈസ് കോൾഡ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്താണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ എന്ത് വിളിക്കും, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും, ആടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാ. അപ്പോൾ അതിൽ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ഡൊമസ്റ്റിക് ഇൻകം എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ താമസിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെ രാജ്യത്തിൽ എന്തുണ്ട്, ഈടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരുണ്ട്, പുറത്ത് രാജ്യത്തിൽ നമ്മൾ ഇന്ത്യയിലത്തെ ആൾക്കാർ പുറത്തുള്ള രാജ്യത്ത് പോയിട്ട് പണിയെടുക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻകം ആഡ് ആക്കിയെങ്കിൽ നമ്മളുടെ ഈ ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ കൂടെ പുറത്തുനിന്നുള്ളവർ, അതായത് നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയും, പുറമെ നമ്മളെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ ഇൻകം കൂടി ആഡ് ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, എന്താണ് ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ കൂടെ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം റോ മീൻസ് പുറമേയുള്ള അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതും നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മളുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടി ആഡ് ആക്കിയെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് നാഷണൽ ഇൻകം എന്ന്. റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളെ രാജ്യത്തിലുള്ളവർ പുറത്ത് രാജ്യത്ത് പോയിട്ട് പണിയെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ ഇല്ലേ, അത് ശരിക്കും നമ്മളെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ആക്കണം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അല്ലെങ്കിൽ റോ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അവിടെ ഇന്ത്യയിലത്തെ ആൾക്കാർ പുറത്തെ രാജ്യത്ത് പോയിട്ട് പണിയെടുത്തെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ശരിക്കും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടി ആഡ് ആക്കുന്നത്. അതായത് പുറമേയുള്ള ഇൻകം കൂടി ആഡ് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം കിട്ടും. ഓക്കെ,
അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം GDPയും നെറ്റ് ഫാക്ടർ ഇൻകം കൂടി അബ്രോഡും കൂടി കൂട്ടിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, GNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡും കൂടി കൂട്ടിയെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് ഫാക്ടർ കോസ്റ്റും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡും കൂടി കൂട്ടിയെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്നുമില്ല, നമ്മളുടെ ഏതിൻ്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം കൂടി ആഡ് ആക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വരുന്നത് നോമിനൽ ആൻഡ് റിയൽ GDP. എന്താണ് നോമിനൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ കറൻറ്റ് വാല്യൂവിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോമിനൽ GDP എന്ന് വിളിക്കുന്നത്. വെൻ ദി മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ GDP is estimated on the price of current year, it is called GDP at current prices or nominal GDP. അപ്പം നമ്മളുടെ കറൻറ്റ് പ്രൈസിൽ GDPനെ പറയുന്നുണ്ടെങ്കിൽ, അതായത് ഇന്നത്തെ വില അനുസരിച്ചിട്ടായിട്ട് GDPനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുക, നോമിനൽ GDP എന്ന് വിളിക്കും. എന്നാൽ നമ്മളതൊരു ബേസ് ഇയർ മുമ്പത്തെ ഒരു ഇയറുമായിട്ട് കമ്പയർ ആക്കിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു മെഷർ ആക്ച്വലായിട്ട് എത്രത്തോളം GDP ഉണ്ടായി എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, റിയൽ GDP എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നാഷണൽ ഇൻകം ആസ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ടർ ഇൻകം. അപ്പം നമുക്ക് നാഷണൽ ഇൻകത്തിന് എങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ നമ്മളുടെ നേരത്തെ പറഞ്ഞ എല്ലാ ഫാക്ടർ ഇൻകംസിൻ്റെയും സമ്മായിട്ട് പറയാം. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഏതൊക്കെയാണ്, ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ് അല്ലേ, വേജസിൻ്റെ സമ്മായിട്ടും ലാൻഡിന് കൊടുക്കുന്ന റെൻറ്റിൻ്റെ എന്താണ് മൊത്തം വേജസ് ആയിട്ട് കൊടുക്കുന്നതും റെൻ്റായിട്ട് കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതും പിന്നെ പ്രോഫിറ്റായിട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഒരു രാജ്യത്തിലെ മൊത്തം വേജസും മൊത്തം റെൻറ്റും മൊത്തം ഇൻട്രസ്റ്റും മൊത്തം പ്രോഫിറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം കിട്ടും. ഓക്കെ അല്ലേ. പിന്നെ അതേപോലെ മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, അതിൻ്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും, സെൽഫ് എംപ്ലോയിഡ്, നമുക്ക് സ്വയം തൊഴിലെടുക്കുന്നവരുണ്ടാവില്ലേ, അവർക്ക് കിട്ടുന്ന ഇൻകം ഇല്ലേ, ആ ഇൻകത്തിന് അതും കൂടി ഇതിലത്തോട്ടേക്ക് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ പറയാം, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയി, അതായത് വേജസ് റെൻറ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ മിക്സഡ് ഇൻകം, പിന്നെ എന്ത് കൂടണം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, പുറത്തുനിന്നുള്ള പൈസയും കൂടി കൂട്ടിയെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആസ് എ അഗ്രിഗേറ്റ് ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ. അവിടെ എന്താണ് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻകത്തിൻ്റെ ബേസിൽ അല്ലേ, ഈ വേജ് ഇൻട്രസ്റ്റ് റെൻ്റൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലേ. അപ്പോൾ അതേപോലെ ഇനി നമ്മൾ പറയുന്നത് ഫൈനൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസസിലാണ്. ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ എക്സ്പെൻഡിച്ചറാണ് നടത്തുന്നത്, ഒന്ന് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി ചിലവാക്കുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പിന്നെ ഗവൺമെൻറ് ചിലവാക്കുന്ന, അതായത് ഒന്നാമത്തെ ഹൗസ് ഹോൾഡിൻ്റെ കൺസംഷൻ H എന്ന് പറയും, രണ്ടാമത്തത് ഗവൺമെൻറ്റിൻ്റെ ഫൈനൽ കൺസംഷനും, മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും, നാലാമത്തത് നമ്മുടെ ഫോറിൻ സെക്ടറിൻ്റെ, നമ്മൾ 4 സെക്ടറാണ് മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന് ഫേം, രണ്ടാമത്തത് ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ ഒന്നാമത്തത് ഫേം, രണ്ടാമത്തത് ഹൗസ് ഹോൾഡ്, മൂന്നാമത്തത് ഗവൺമെൻറ്, നാലാമത്തത് ഫോറിൻ സെക്ടർ. അപ്പോൾ ഈ 4 സെക്ടറിൻ്റെയും ചിലവ്, ഒന്നാമത്തതിൻ്റെ ചിലവ് എന്താണ്, ഫേം എന്താണ് ചിലവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡ് കൺസംഷന് വേണ്ടിയിട്ടായിട്ട്, പിന്നെ ഗവൺമെൻറ്റും ഇതേപോലെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, പിന്നെ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഫോറിൻ സെക്ടറിൻ്റെ ചിലവ്. ഇതിൻ്റെയൊക്കെ കൂട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം കിട്ടും ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതണം, G പ്ലസ് ഗവൺമെൻറ് കൺസംഷൻ C+I+G+X-M. ഈ X-M എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, നമ്മളുടെ ഫോറിൻ സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കൂടി ആഡ് ആക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സ്, അത് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ടേംസ് മാത്രം. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDPFC അതായത് ഫാക്ടർ കോസ്റ്റ്, NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, നെറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇല്ലേ, നമ്മളെ ഫാക്ടർ കോസ്റ്റിലെ NDPയുടെ കൂടെ നമ്മൾ എന്ത് കൂടി കൂട്ടണം, ഡിപ്രീസിയേഷനും ഇൻഡയറക്റ്റ് ടാക്സും കൂടി, നമ്മൾ അടക്കുന്ന ടാക്സും കൂടി ആഡ് ആക്കിയപ്പോൾ നമുക്ക് GDPMP കിട്ടും. ഇനി GDPFC ആണെങ്കിലോ, നമ്മളുടെ
GDP MP നിന്ന് ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും കൂടി കൂട്ടിയത് കുറച്ചെങ്കിലും നമുക്ക് എന്ത് കിട്ടും? GDP-FC കിട്ടും. അതായത് GDP-MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. ഇനി നെറ്റ് NDP-MP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ GDP-MP നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കുന്നത്. ഇനി NDP-FC എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ GDP-MP നിന്ന് നമ്മൾ ഡിപ്രീസിയേഷനും പിന്നെ ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി. അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ഡിപ്രീസിയേഷൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടി കുറച്ചാൽ മതി. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് FC NNP-FC എന്ന് പറയുന്നത് NDP-FCയുടെ കൂടെ ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ആക്കണം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് FC എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നാഷണൽ ഇൻകം ആണ്. അതെന്താണ് ചെയ്യേണ്ടത്? NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് FCൻ്റെ കൂടെ ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടി ആഡ് ആക്കിയാൽ മതി. ഇത്രയും കോൺസെപ്റ്റാണ് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ നാഷണൽ ഇൻകത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ക്ലിയർ ചെയ്തു. ഇനി നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് നോക്കാം.